18 ഏവർക്കും സ്വാഗതം. പാണ്ഡവപുരത്തെ തെരുവുകളിലൂടെ അനാഥകളായി പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കാനായി ജാരന്മാർ പുളച്ചു നടന്നു. അവിടെ കുന്നിൻമുകളിൽ ശ്രീകോവിലിൽ ചുവന്ന ഉടയാടകളടിഞ്ഞ് നെറുകയിൽ സിന്ദൂരമണിഞ്ഞ് ഭഗവതി ചമ്രം പടിഞ്ഞിരുന്നു. ആരുടെ ഏത് നോവലിലെ വരികളാണിത് എന്ന ചോദ്യമാണ് ഒന്നാമത്തേത്. ഉത്തരം സേതു, പാണ്ഡവപുരം. 2. വാർദ്ധക്യം പ്രമേയമാക്കി TV കൊച്ചുബാവ എഴുതിയ നോവൽ ഏത്? ശരി ഉത്തരം വൃദ്ധസദനം ആണ്. വൃദ്ധപുരാണവും കൊച്ചുബാവയുടേത് തന്നെയാണ്. അത് ചെറുകഥയാണ്. ജാതകം, പെരുങ്കളിയാട്ടം എന്നിവയും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ നോവലുകളാണ്. വാർദ്ധക്യം ഒരു ശാപമോ രോഗമോ ആക്കുന്ന വ്യവസ്ഥയുടെ കാവൽക്കാരാണ് വൃദ്ധസദനങ്ങൾ പണിയുന്നത് എന്ന് ബാവ ഈ നോവലിൽ പറയുന്നുണ്ട്. പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. MT യും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. മാധവിക്കുട്ടിയും KL മോഹനവർമ്മയും ചേർന്ന് എഴുതിയതാണ് അമാവാസി എന്ന നോവൽ. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. 3. സൂഫി പറഞ്ഞ കഥ, ചരമവാർഷികം, ജീവിതത്തിൻ്റെ പുസ്തകം എന്നീ പ്രശസ്ത കൃതികൾ ആരുടേതാണ്? ഉത്തരം KP രാമനുണ്ണി ആണ്. ദൈവത്തിൻ്റെ പുസ്തകം KP രാമനുണ്ണിയുടേതാണ്. ദൈവത്തിൻ്റെ വികൃതികൾ M മുകുന്ദൻ്റേതാണ്. 4. മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഏത്? ശരി ഉത്തരം ഇതാണെൻ്റെ പേര് ആണ്. ഗാന്ധിജിയെക്കുറിച്ച് ഗോഡ്സെ നടത്തുന്ന സ്വഗതാഖ്യാനമാണ് ഈ നോവലിൻ്റെ പ്രമേയം. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലാണ് പിന്നീട് വിധേയൻ എന്ന പേരിൽ സിനിമയായത്. 5. പട്ടാള നോവലുകളിലൂടെ ശ്രദ്ധേയനായ ഏകലവ്യൻ്റെ ശരിയായ പേരെന്ത്? ഉത്തരം KM മാത്യു ആണ്. PC ഗോപാലൻ നന്ദനാരാണ്. KE മത്തായി പാറപ്പുറത്താണ് എന്നും ഓർമ്മിക്കുമല്ലോ. 6. പുറത്തൊരു കൂനുമായി ജനിച്ച കുഞ്ഞിക്കൂനൻ. കുഞ്ഞിക്കൂനൻ്റെ കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങളുടെ കഥ പറഞ്ഞ പ്രശസ്തനായ സാഹിത്യകാരൻ ആര് എന്നതാണ് ചോദ്യം. ശരി ഉത്തരം P നരേന്ദ്രനാഥ് ആണ്. ഈ കുഞ്ഞിക്കൂനൻ പ്രശസ്തമായ ഒരു ബാലസാഹിത്യ കൃതിയാണ്. സാറ തോമസിൻ്റേതല്ലാത്ത കൃതി ഏത് എന്നതാണ് അടുത്ത ചോദ്യം. നാർമടിപ്പുടവ, ദൈവമക്കൾ, മുറിപ്പാടുകൾ ഇവയെല്ലാം സാറാ തോമസിൻ്റേതാണ്. ആലാഹിയുടെ പെൺമക്കൾ സാറ ജോസഫിൻ്റേതാണ്. കോക്കാഞ്ചിറയും ആനിയും അമ്മൂമ്മയും അമരവള്ളിയും തങ്കമണിക്കേറ്റവും ഒക്കെ ഈ നോവലിലാണ്. 8. രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൈകേയി എന്ന നോവൽ എഴുതിയതാര്? ശരി ഉത്തരം TN പ്രകാശ് ആണ്. പെരും ആൾ രമേശൻ ബ്ലാത്തൂരിൻ്റെയും ഇതിഹാസത്തിൻ്റെ ഇതളുകൾ B സന്ധ്യയുടെയും ഊർമിള വിജയൻ ചാലോടിൻ്റേതുമാണ്. ഭരതജാതകം ശത്രുഘ്നൻ്റെ നോവലാണ്. ഞാൻ സീത അനന്യയുടെ നോവലാണ്. ഗോത്രായണം ഇരിഞ്ചയം രവിയുടെ നോവലാണ്. രാവണായനം സുരേഷ് ചിറക്കരയുടെ നോവലാണ്. കൂട്ടത്തിൽ പെടാത്തതേത് എന്ന 9ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം സമുദ്രശില ആണ്. സമുദ്രശില എഴുതിയത് സുഭാഷ് ചന്ദ്രനാണ്. ഇതിലാണ് വെള്ളിയങ്കല്ലിനെ ഒരു കഥാപാത്രമാക്കി അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. ആൽഫ, ഫ്രാൻസിസ് ഇട്ടിക്കോര, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, മാമ ആഫ്രിക്ക എന്നിവയെല്ലാം TD രാമകൃഷ്ണൻ്റെ പ്രശസ്ത നോവലുകളാണ്. ചോദ്യം 10. ഈ സന്തോഷ് കുമാറിൻ്റെ കൃതികളിൽ നോവലല്ലാത്തത് ഏത്? ശരി ഉത്തരം പണയം ആണ്. ഒരു മർഫി റേഡിയോ പണയം വയ്ക്കുന്നതാണ് ഈ കഥയുടെ പ്രമേയം. ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് മലയാളം മാസ്റ്റർ ബ്ലോഗിലുള്ള കേട്ടറ്റ് പരിശീലന സഹായി എന്ന പേജ് നോക്കുക. കൂടുതൽ വീഡിയോകൾക്ക് യൂട്യൂബിൽ @ജനുമാഷ് എന്ന ചാനൽ സന്ദർശിക്കുക. നന്ദി.